കുവൈറ്റ് എംഒഎച്ചുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സംശയങ്ങൾ അടങ്ങിയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഞാനിന്ന് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് വന്നിരിക്കുന്ന കമൻറ്റും അതുപോലെ തന്നെ നമുക്ക് വന്നിരിക്കുന്ന മെയിലിലൊക്കെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട കുറേ കാര്യങ്ങൾ, ഈ പോസ്റ്റ് BSc അല്ലെങ്കിൽ GNM BSc പോസ്റ്റ് BSc പോലുള്ള കോഴ്സുകൾ ചെയ്തിട്ടുള്ളവർക്ക് എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ സംശയങ്ങൾ, അതുപോലെ തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് നമുക്ക് അറ്റസ്റ്റേഷൻ ചെയ്യേണ്ട കാര്യമുണ്ടോ, അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് നിർബന്ധമുണ്ടോ, ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് എന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ വീഡിയോ അവസാനം വരെ കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളോട് പറയാൻ മറന്നുപോയി. നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണില്ലേ, അതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ കേട്ടോ. കുവൈറ്റ് എംഒഎച്ചിലേക്ക് GNM നേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ള ഒരുപാട് കമൻറ്റുകളും മെയിലുകളും നമുക്ക് വരികയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആദ്യമേ പറയാനുള്ളത്, നിങ്ങൾ GNM ആയിക്കോട്ടെ BSc ആയിക്കോട്ടെ, ഇപ്പോൾ പ്രസൻ്റ്ലി ഇപ്പോൾ കുവൈറ്റ് എംഒഎച്ചിലേക്ക് GNM നേഴ്സസിനെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് GNM ഡിപ്ലോമ പാസ്സായിട്ടുള്ള നേഴ്സുമാരെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. അവർ തമ്മിലുള്ള വ്യത്യാസം, അതായത് ഈ പറഞ്ഞ BScയിലും GNMലും തമ്മിലുണ്ടാകുന്ന വ്യത്യാസം എന്താണ്, സാലറിയിലുണ്ടാകുന്ന വ്യത്യാസമോ ജോബിലുണ്ടാകുന്ന വ്യത്യാസമൊക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ പ്രീവിയസ് വീഡിയോസ് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. പിന്നെ ഈ GNMക്കാർ തന്നെ പോസ്റ്റ് BSc ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ 2 കൊല്ലം GNM ഒക്കെ ആയിട്ട് ജോലി ചെയ്തതിന് ശേഷം ചിലപ്പോൾ അവർ പോസ്റ്റ് BSc ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഏത് സർട്ടിഫിക്കറ്റാണ് അറ്റസ്റ്റ് ചെയ്യേണ്ടത് എന്ന് ഡൗട്ടുള്ളവർ കുറേ പേരുണ്ട്. നമ്മളെ നേരത്തെ വീഡിയോയിൽ പ്രീവിയസ് വീഡിയോ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരാൾ വന്നിട്ട് കമൻറ്റ് ചെയ്യുകയുണ്ടായിരുന്നു, നിങ്ങൾ GNM സർട്ടിഫിക്കറ്റുകളും അറ്റസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു വ്യക്തമാക്കാൻ വേണ്ടി പറയുകയാണ്, നിങ്ങൾ പോസ്റ്റ് BSc ആണ് ചെയ്തിട്ടുള്ളതെങ്കിൽ, നിങ്ങൾ പോസ്റ്റ് BScയുടെ സർട്ടിഫിക്കറ്റാണ് ഈ പറഞ്ഞ മിനിസ്ട്രിയിൽ സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പോസ്റ്റ് BScയുടെ സർട്ടിഫിക്കറ്റ് മാത്രം അറ്റസ്റ്റ് ചെയ്താൽ മാത്രം മതിയാവും. നിങ്ങൾ GNM ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങളുടെ GNMൻ്റെ സർട്ടിഫിക്കറ്റാണ് നിങ്ങൾ അറ്റസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ GNM ആയിട്ട് അവർ കാൽക്കുലേറ്റ് ചെയ്യത്തുള്ളൂ. സോ നിങ്ങൾ പോസ്റ്റ് BSc ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി പോസ്റ്റ് BScയുടെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അറ്റസ്റ്റ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് പോസ്റ്റ് BScയുടെ സർട്ടിഫിക്കറ്റാണ്. പോസ്റ്റ് BSc ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഡിഗ്രി സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ട്രാൻസ്ക്രിപ്റ്റ് അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുമല്ലോ, ആ സർട്ടിഫിക്കറ്റുകളാണ് നിങ്ങൾ അറ്റസ്റ്റ് ചെയ്യേണ്ടത്. അത് നിങ്ങൾ GNMൻ്റെ സർട്ടിഫിക്കറ്റുകൾ അറ്റസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോഴും ആ സർട്ടിഫിക്കറ്റുകൾ വേണം സബ്മിറ്റ് ചെയ്യാനായിട്ട്. സർട്ടിഫിക്കറ്റുകളുടെ കാര്യം എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ് ഈ ബർത്ത് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. ബർത്ത് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ബർത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഇപ്പോൾ ഒരു 80s ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ ഈ പറഞ്ഞ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിൽ തന്നെ ഒന്ന് അന്വേഷിച്ച് നോക്കുക, അക്ഷയ വഴിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ എംബസിയിലേക്ക് ഒന്ന് അന്വേഷിച്ച് നോക്കുക ഈ പറഞ്ഞ ബർത്ത് സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് നമുക്ക് എടുക്കാൻ സാധിക്കുക എന്നുള്ള കാര്യം. പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഞാനൊക്കെ ലോക്കലി അപ്ലൈ ചെയ്തൊരു വ്യക്തിയായിരുന്നു. ആ സമയത്ത് ബർത്ത് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം എന്നുള്ളത് ഒരിതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടുത്തെ എംബസിയുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പാസ്പോർട്ട് ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ ബർത്ത് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നത്. അപ്പോൾ ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം. ഇവിടെ വന്നതിന് ശേഷം ബർത്ത് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ അവർ ചോദിക്കുന്നതാണ്. പിന്നീട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടാണ്. ഗ്രേഡ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണോ, അത് നമ്മുടെ കോളേജിൽ നിന്ന് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല, അതിനിപ്പോൾ എന്താണ് ചെയ്യാൻ വേണ്ടി പറ്റുക, അപ്പോൾ അതില്ലെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. നമ്മുടെ കോളേജുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് കിട്ടാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിനൊരു പ്രത്യേക ഫോർമാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഫോർമാറ്റിൽ വേണമായിരിക്കും നമ്മളിവിടെ വരുമ്പോൾ നമുക്ക് ആ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കാനായിട്ട്. അപ്പോൾ ആ ഫോർമാറ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് മെയിൽ ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ആ മെയിലിൽ നിങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ്. കാര്യം ഈ ഒരു ഗ്രേഡിൻ്റെ അകത്ത് അവർ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏത് ഗ്രേഡിലാണ് നമ്മൾ പാസ്സായത്, എത്ര % മാർക്ക് ഉണ്ടായിരുന്നെന്നും, അല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസിൻ്റെ ലെവൽ എക്സലൻ്റ് ആയിരുന്നോ, വെരി ഗുഡ് ആയിരുന്നോ, അല്ലെങ്കിൽ ഗുഡ് ആയിരുന്നോ എന്ന് അറിയാനായിട്ടാണ് അവരിത് ചോദിക്കുന്നത്. അത് ആ സർട്ടിഫിക്കറ്റിനകത്ത് മെൻഷൻ ചെയ്തിരിക്കണം എന്നുള്ള കാര്യം നിർബന്ധമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളായിട്ടൊന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. നമുക്ക് വന്ന ഒരു മെയിലിലേക്ക് കിടക്കാം. അതിൽ പറയുന്നത്, കുവൈറ്റ് പ്രോമോട്ടറി 2 തവണ എഴുതി, ബട്ട് എനിക്ക് 2 തവണയും കിട്ടിയില്ല.
ഈ ഓൺലൈനിൽ നടക്കുന്ന MOH ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ പ്രൊമോട്ടറിക്ക് വേണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് കുവൈറ്റ് MOHലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ഈ പറഞ്ഞ പ്രൊമോട്ടറിക്ക് വേണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് നമുക്ക് വരുന്നുണ്ട്. നമുക്ക് കുവൈറ്റ് MOHന് അപ്ലൈ ചെയ്യാനായിട്ട് പ്രൊമോട്ടറിക്ക് നിർബന്ധമില്ല എന്നുള്ളതാണ് കാര്യം. അവർ ഇപ്പോൾ ഓൺലൈനിൽ ഒരു ഇൻ്റർവ്യൂ മാത്രമേ നിങ്ങളെ കണ്ടക്ട് ചെയ്യുന്നുള്ളൂ. അതിൽ നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അവർ സെലക്ട് ചെയ്യുന്നതാണ്. അതിന് പ്രൊമോട്ടറി ഒരിക്കലും നിങ്ങൾക്ക് ആവശ്യമില്ല. ഇവിടെ വന്നതിന് ശേഷം ചിലപ്പോൾ അവരൊരു എക്സാം ഇടാൻ സാധ്യതയുണ്ട്. അതിൽ പാസ്സായിട്ട് നമുക്ക് MOHൻ്റെ ലൈസൻസ് അവരോടൊന്ന് പ്രൊവൈഡ് ചെയ്യുമായിരിക്കാം. പക്ഷേ ഇവിടെ വന്നവർ ആർക്കും ഇതുവരെ എക്സാം ഇട്ടിട്ടൊന്നുമില്ല, പറയാനും സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രൊമോട്ടറി വേണമെന്ന് കുവൈറ്റ് MOHലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പ്രൊമോട്ടറിക്ക് വേണമെന്ന് നിർബന്ധമില്ല. കുവൈറ്റ് MOHുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അതിൽ പറഞ്ഞിരിക്കുന്നത് ഒക്ടോബർ 2023 പാസ് മെയിൽ വന്നതാണ് കുവൈറ്റ് MOHൻ്റെ. അതിനുശേഷം ഒരു അപ്ഡേറ്റും വന്നിട്ടില്ല. പാസ് മെയിൽ വന്നവരെ ഇനി അവർ വിളിക്കാതിരിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതേ ഡൗട്ട് ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നത് കണ്ടു. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ മെയിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇതിനുള്ള റിപ്ലൈ പറയുന്നത്. പാസ്സായവരെ ഒരിക്കലും അവർ വിളിക്കാതിരിക്കത്തില്ല. അല്പം സമയമെടുത്താലും വിളിക്കും എന്ന് തന്നെയാണ് പറയാനായിട്ടുള്ളത്. കാര്യം ഒരുപാട് ആൾക്കാരെ അവർ ഓൾറെഡി സെലക്ട് ചെയ്ത് കഴിഞ്ഞു, അതുപോലെ സെലക്ഷൻ മെയിൽ അയച്ചു കഴിഞ്ഞു. അവരെയെല്ലാം ഒരുമിച്ച് നമുക്കൊരിക്കലും റിക്രൂട്ട് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കത്തില്ല അല്ലേ. അപ്പോൾ 1 by 1 ആയിട്ട് മാത്രമേ അവർ എടുക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ സെലക്ട് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മെയിലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അല്പം താമസിച്ചാലും നിങ്ങൾക്ക് മെയിൽ വരും, നിങ്ങളെ സെലക്ട് ചെയ്യും എന്ന് മാത്രമേ ഈ സാഹചര്യത്തിൽ പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. കുവൈറ്റ് MOHുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട്. നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചത്. ഇനിയും ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നു. ഒരുപാട് ആൾക്കാർ മെയിലുകൾ ചെയ്ത് ചോദിക്കുന്നുണ്ട്. ഇനിയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് മെയിലായിട്ട് നമ്മളെ അറിയിക്കുക. അതിനുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ ആയിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല നല്ല വീഡിയോസ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് ഞാൻ പല വീഡിയോയിലും പറയാറുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് നമ്മളെ അറിയിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് പുതിയ കണ്ടൻറ്റുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ്. അതുവരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഗുഡ് ബൈ.